എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ചിങ്ങം 1. ഞാനിന്ന് ചിങ്ങം 1 ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുഞ്ഞ് സദ്യ. എനിക്കൊരാഗ്രഹം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഓണം വന്നാലും ഇവിടെ ഇലയിട്ടുണ്ണാൻ ഒരിക്കലും പറ്റത്തില്ല കേട്ടോ. കാരണം അന്ന് എന്തെങ്കിലും ഒരു ട്രാജഡി എവിടെയെങ്കിലും കുടുംബത്തിൽ കാണും. അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരുന്നായിരുന്നു. ദൈവം സഹായിച്ച് ഇതുവരെയും ഒരു സംഭവവും ഇല്ല. എല്ലാവരും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നു. കാരണം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഈ ഓണം എല്ലാവർക്കും കൊള്ളണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടൊപ്പം ഞാനും ചെറുതായിട്ടൊരു ഓണസദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിയൽ, പരിപ്പ് ഞാൻ വേവിച്ച് വെച്ച് കേട്ടോ. പരിപ്പ് കാരണം ചോറ് വേവിച്ചപ്പം ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് അത് നിറച്ച് അതിൽ തന്നെ കിട്ടപ്പം പരിപ്പങ്ങ് വെന്ത് കേട്ടോ. അപ്പോൾ പരിപ്പ്, വെള്ളരിക്ക പച്ചടി ശകലം വീതം കേട്ടോ. 2 പേർക്ക് എത്രയാണെന്ന് വെച്ചോ കേട്ടോ. പിന്നെ ഇത് നീളം പയർ തോരൻ, ഇത് വൻപയറും മത്തങ്ങയും കിട്ടൊരു ചെറിയൊരു കൂട്ടുകറി, പിന്നെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ചവ്വരി പായസം. ഇത്രയാണ് ഞാനിന്ന് വയ്ക്കുന്നത്. അപ്പോഴേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചോറെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി പപ്പടവും ഒക്കെ വറുക്കാൻ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ എളുപ്പം അപ്പോൾ അവിയലൊക്കെ എളുപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഈ അവിയൽ കുക്കറിനകത്ത് ഒരൊറ്റ വിസിൽ അവിയലങ്ങാവും. അത് മാറ്റി അങ്ങോട്ട് വയ്ക്കും. അങ്ങനെ പടപടപടാന്ന് പറയുന്നതിന് മുമ്പ് ഊണ് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോലിയിലോട്ട് പോകാം. അപ്പോൾ സദ്യവട്ടത്തിനുള്ള തേങ്ങയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും വെന്തുകൊണ്ടിരിക്കുകയാണ്. പരിപ്പ് വേവിച്ചിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇനി തോരനുണ്ട്, അവിയലിൻ്റെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിയലിനെ അരയ്ക്കാം. വെള്ള തേങ്ങ വേണം അവിയലിന് കേട്ടോ. തേങ്ങ ഇട്ടു, ജീരകം ഇട്ടു, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇട്ടു, ഒരു ചന്ദനം പോലൊരു നുള്ളി കാശ്മീരി മുളക് പൊടി. നമുക്ക് അരച്ചുകൊണ്ട് വരാം അവിയലിനുള്ള. ഒരു കൂട്ടം സാധനം കൂടി ഇടാനുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി നമുക്കിത് ഒന്ന് ഒതുക്കിക്കൊണ്ടുവരാം. അപ്പോൾ അവിയലിന് അരച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് വൻപയറും മത്തങ്ങക്കറിക്കും പിന്നെ ഇത്തിരി മോര് കാച്ചുന്നുണ്ട്, പിന്നെ തോരനുമൊക്കെ എളുപ്പം അങ്ങ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് പച്ചടിക്ക് അരിക്കാൻ പറ്റിയത് ജാറെല്ലാം കഴുകി വെള്ള കളറിലെ പച്ചടി ആയതുകൊണ്ട് നമുക്ക് നല്ല വെള്ള തേങ്ങ തന്നെ എടുക്കാം. എല്ലാം ഇച്ചിരിച്ചേ വയ്ക്കുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ ഇടാൻ പോകുന്നത് കടുകാണേ. പച്ചടിക്ക് മെയിനായിട്ട് നമ്മൾ കടുക് ഉപയോഗിക്കണം കേട്ടോ. കടുകിട്ടു, ചെറിയ ജീരകം, വെളുത്തുള്ളി ഇട്ട്. അപ്പോൾ നമ്മുടെ അരപ്പിൻ്റെ എല്ലാ പണിയും ചേർന്നത് പച്ചടിയായി, തോരനായി, കൂട്ടുമലക്കറിയായി, അവിയലിൻ്റെ ആയി, എല്ലാം അരച്ചിരുന്നു. പരിപ്പ് ഇത്രയായി. ഇനി വേവിച്ചെല്ലാം വെച്ചേക്കാണ്. ഇനി നമുക്ക് എല്ലാം ഇനി വേവിച്ചോണ്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഞാൻ എളുപ്പ പണികളാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു കുക്കറിനകത്തോട്ട് വെക്കുമ്പം തന്നെ ഒരു കൊച്ചു വെച്ചത് പാത്രത്തിൽ തന്നെ ഒരു 3 വിസിൽ തോരനും അവിയലും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ എല്ലാം വെന്ത് കിട്ടും. പിന്നെ ഒന്ന് കടുക് വറുത്ത് എടുക്കുന്ന പാടെയുള്ള എല്ലാം എളുപ്പ പണിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ചട്ടിയിലോട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി കടുകൊക്കെ വറുത്തെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പോയി എല്ലാം ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഈ പ്രാവശ്യം ഓണത്തിന് ഞാൻ മനസ്സിൽ നേരത്തെ കരുതി കൂട്ടി ഒരു വാഴ വയ്ക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഈ വാഴയിലേക്കൊക്കെ ഇവിടെ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ തണ്ടേ ഒരു വാഴ വെച്ചു. 2 ഇലയായിട്ടുണ്ടേ. ഞാനത് വെട്ടാൻ പോവുകയാണ്. കണ്ടില്ലേ, ഞാൻ വെച്ച വാഴയാണിത്. അപ്പോൾ എനിക്ക് ഈ ഓണത്തിന് എൻ്റെ വാഴയിൽ നിന്ന് തന്നെ വെട്ടി എനിക്ക് ഉണ്ണാം. തിരുവോണത്തിന് ഞാൻ ഇതിൽ നിന്ന് തന്നെ വെട്ടും. അപ്പോൾ 2 ഇല വെട്ടിയെടുക്കാം. ഓക്കെ, 2 ഇല വെട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അപ്പോൾ ചിങ്ങം 1 ഇല, സ്വന്തം ഇല, സ്വന്തം വാഴ കേട്ടോ, വെച്ചതാണ്. ഓണത്തിന് ഇല വെട്ടാൻ വേണ്ടി വെച്ച വാഴയാണ്. 2 ഇല വെട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും.
ദേ ചോറ്, പരിപ്പ്, പപ്പടം, പച്ചടി, അവിയൽ, കൂട്ടുകറി, വൻപയറൊക്കെ ഇട്ട് വെച്ചത്, തോരൻ, ഒരു പായസം, അച്ചാർ. ഇത് ഞാൻ തന്നെ ഇട്ട വെജിറ്റബിൾ അച്ചാർ. പിന്നെ അച്ചാറുകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് കേട്ടോ, അതൊന്നും ആവശ്യമില്ല. ഇത് തന്നെ ഇവിടെ ഇപ്പോൾ അധികമായിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു വയ്ക്കുമ്പോൾ നമ്മളെല്ലാം വെക്കണമല്ലോ. കണ്ടില്ലേ, ഇതാണ് ഇന്ന് ചിങ്ങം ഒന്നായിട്ട് എൻ്റെ സദ്യ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. രണ്ടണയം പപ്പടം. ഇനി ചിങ്ങപ്പുലരി, സന്തോഷപ്പുലരി. അപ്പോൾ ഞാൻ മുരളിച്ചേട്ടന് ചോറിട്ട് വെച്ചു. കണ്ടില്ലേ, അച്ചാറൊന്നും കഴിക്കത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അച്ചാറൊന്നും ഇട്ടില്ല. പരിപ്പും പപ്പടവും പിന്നെ പായസം ശകലം കൊടുക്കാം. തോനൊന്നും അധികമൊന്നും കുടിക്കത്തില്ല, എനിക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ.